Hi friends, ഞാൻ പലപ്പോഴും പല വീഡിയോയിലും തന്നെ നമ്മൾ വരുമാനത്തിന്റെ ഒരു 30% അല്ലെങ്കിൽ 40% അല്ലെങ്കിൽ 20% ഏറ്റവും ചുരുങ്ങിയ ഒരു 10% എല്ലാം മാറ്റാൻ പറയാറുണ്ട്. ഇത് ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാൻ ഒരു മിക്കവർക്കും തന്നെ സാധിക്കാറുണ്ട്. എന്നാൽ അപൂർവം ചിലർക്ക് ഈവൻ ഒരു 10% പോലും മാറ്റാൻ സാധിക്കാതിരിക്കുന്ന വ്യക്തികളുണ്ട്. ഇപ്പം എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ പറഞ്ഞ പോലെ 30%, 40% എല്ലാം മാറ്റാൻ എനിക്ക് സാധിക്കാറുണ്ട്. എന്നാൽ ഒരു കമ്പനിയുടെ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് കമ്പനിക്ക് ചിലവുകളെല്ലാം വളരെ കൂടുതലായതുകൊണ്ട് ഈവൻ ഒരു 10% മാറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എനിക്ക് പലപ്പോഴും അത് മാറ്റാൻ എനിക്ക് സാധിക്കാറുണ്ടായിരുന്നില്ല. എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ഐഡിയ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ശരിയായ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതായിരിക്കും. അതാണ് ഇന്നത്തെ ദിവസത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. നിരവധി പേർക്ക് വളരെ ഉപകാരപ്രദമായേക്കാവുന്ന ഈ വീഡിയോ താങ്കൾക്ക് സാധ്യമായ എല്ലാ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങൾ നിക്ഷേപ സംബന്ധമായ സേവനങ്ങളെക്കുറിച്ച് താങ്കൾ കൂടുതൽ അറിയണമെങ്കിൽ ഈ വീഡിയോക്ക് മുകളിൽ കൊടുത്തിരിക്കുന്ന ആ നമ്പറിൽ താങ്കൾക്ക് വാട്സാപ്പ് വഴിയോ കോൾ ചെയ്തോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. Once again, welcome back to the Thommichan, powered by Diaz Academy. My name is Primson. Thommichan എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങൾ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ വരുമാനത്തിൽ നിന്ന് ഒരു 10% അല്ലെങ്കിൽ 20%, 30% ഒക്കെ നിക്ഷേപത്തിലേക്ക് മാറ്റണമെന്ന് പറയുമ്പോൾ തുടക്ക സമയങ്ങളിൽ ഒരു മിക്കവർക്കും സാധിക്കാറില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നാള് അവർ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു സിസ്റ്റത്തിൽ ഈ ഒരു സമ്പ്രദായം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയൊരു കാര്യം ഫോളോ ചെയ്യുക, അതിനും ഇത്രയും വലിയൊരു തുകയൊക്കെ മാറ്റാൻ പറയുമ്പോഴേക്കും ഒരു മിക്കവർക്കും അതിന് വളരെയധികം ബുദ്ധിമുട്ട് വരാറുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് അവർ എക്സിസ്റ്റിംഗ് ആയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന പല കമ്മിറ്റ്മെന്റ്സും ഉണ്ട്. അപ്പോൾ ഈ ഒരു കമ്മിറ്റ്മെന്റ്സിനെല്ലാം നിലവിലുള്ളത് കൊണ്ട് 10%, 20% ഒക്കെ മാറ്റാൻ പറയുമ്പോൾ ഒരു മിക്കവർക്കും പലപ്പോഴും സാധിക്കാറില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഫോളോ ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് 1% തിയറി. എന്താണ് 1% തിയറി എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിനു മുൻപത്തെ ഞാൻ ഒരു എപ്പിസോഡിൽ നമുക്ക് 2 ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, അതായത് നമുക്ക് എക്സ്പെൻസിന് വേണ്ടി ഒരു അക്കൗണ്ട് വേണം, അതോടൊപ്പം തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ഒരു ബാങ്ക് അക്കൗണ്ട് വേണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ഒരു മാക്സിമം ഒരു 40% വരെ തുക, അതിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 10% ഒരു ഇൻഷുറൻസിലേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഒരു 30% തുക നമുക്ക് ഒരു നിക്ഷേപിക്കാൻ പറ്റാവുന്ന രീതിയിൽ നമ്മുടെ ഈ ഒരു ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടാകണം എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ തുടക്കത്തിൽ തന്നെ നമുക്കൊരു 30% ഇപ്പം നമ്മളുടെ ടോട്ടൽ വരുമാനത്തിൽ നിന്ന് ഈ ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു മിക്കവർക്കും തന്നെ സാധിക്കാറില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം സപ്പോസ് ഇപ്പം താങ്കളെ സംബന്ധിച്ച് ഇപ്പോൾ താങ്കളുടെ ഒരു പ്രതിമാസ വരുമാനം 50,000 rupees ആണ് എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ആദ്യത്തെ മാസം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ 1% എടുത്ത് മാറ്റുക. അതായത് 50,000 വരുമാനമുള്ള ഒരു വ്യക്തിക്ക് ഒരു 500 രൂപ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പം സപ്പോസ് ഇപ്പം താങ്കളെ സംബന്ധിച്ച് താങ്കളുടെ വരുമാനം 20,000 rupees ആണെങ്കിൽ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 200 രൂപ ഒരു ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ നമ്മൾ ഈ ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അതൊരു വലിയൊരു ബാധ്യതയായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ഇനി അടുത്ത മാസമാണ് സമയത്ത് എന്ത് ചെയ്യണം, ഈ 1% എന്നുള്ളത് വീണ്ടും നമ്മളൊരു 1% കൂടി ഇൻക്രീസ് ചെയ്യണം. അതായത് ഈ 500 രൂപക്ക് പകരം നമ്മളിപ്പോൾ ഒരു 1,000 rupees നമ്മൾ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ടോട്ടലി ഇവിടെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന 1,500 രൂപയായിട്ട് നമുക്ക് കൂടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത്തെ മാസം ആകുമ്പോൾ എന്ത് ചെയ്യണം, ഇപ്പം നമ്മളെ സംബന്ധിച്ച് 1000-ന് പകരം 1,500 രൂപ, അതായത് വീണ്ടും ഒരു 1% കൂടി നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ട് നമ്മൾ 1,500 രൂപ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ തുകയിൽ നിന്ന് നമ്മൾ ഗ്രാജുവലി നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. പിന്നെ നോർമൽ സിറ്റുവേഷനിൽ ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു സിസ്റ്റത്തിലേക്ക് നമുക്ക് മാറുന്നത് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ്, അതായത് എല്ലാ മാസവും എന്നുള്ള നമ്മൾ ഈ ഒരു 1% വെച്ച് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ
ഏകദേശം 12ാമത്തെ മാസം ആകുമ്പോൾ നമ്മൾ ടോട്ടൽ വരുമാനത്തിന്റെ 12% മാറ്റാവുന്ന, അതായത് ഒരു 50,000 രൂപ വരുമാനമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഏകദേശം 6,000 രൂപ ഒരു ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് മാറ്റാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു 12 മാസം കഴിയുമ്പോൾ, അതായത് ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ ഇവിടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഒരു 39,000 റുപ്പീസ് ആയിട്ട് നിക്ഷേപ തുക ആകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും ഈ ഒരു പ്രിൻസിപ്പിൾ തന്നെ വീണ്ടും നമ്മൾ അടുത്തൊരു വർഷം കൂടി നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 24ാമത്തെ മാസം ആകുമ്പോഴേക്കും നമുക്ക് ഒരു 12,000 രൂപ ഓളം മന്ത്ലി ഡിപ്പോസിറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, എങ്ങനെ ഈ 12,000 രൂപ നമുക്ക് മാറ്റാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 2 കാര്യങ്ങൾ സംഭവിക്കാം. അതായത് ഇപ്പൊ നമുക്ക് ഇയർലി എന്നോളം നമ്മൾ വരുമാനം കൂടാം. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം, ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ചിട്ടികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ലോണുകളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ ആ ലോണൊക്കെ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് സർപ്ലസ് എമൗണ്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത് എല്ലാ മാസവും എന്നോളം നമ്മളൊരു 1% വെച്ച് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 2 വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ മന്ത്ലി കോൺട്രിബ്യൂഷൻ തന്നെ ഒരു 12,000 രൂപയായിട്ട് കൂട്ടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1,50,000 രൂപയായിട്ട് കൂടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ ഒരു ഐഡിയലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 30 മാസം വരെ എല്ലാ മാസവും എന്നുള്ള 1% വെച്ച് നമ്മൾ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 30ാമത്തെ മാസം ആകുമ്പോൾ ഈവൻ ഇപ്പോൾ ഒരു സപ്പോസ് ഇപ്പോൾ ഒരു 50,000 രൂപ വരുമാനമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് 15,000 റുപ്പീസ് മന്ത്ലി ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും. ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഏകദേശം 2,32,000 രൂപയോളം ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് തന്നെ അതിനുശേഷം ഇനി 31ാമത്തെ മാസം തുടങ്ങി വീണ്ടും നമ്മൾ ഈ സെയിം എമൗണ്ട്, അതായത് 30% ആണ് ഒരു ഐഡിയലായിട്ട് നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് നമുക്ക് മാറ്റേണ്ട ഒരു തുക. ഇപ്പൊ സപ്പോസ് നമുക്ക് ആ ഒരു ലിമിറ്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് സർപ്ലസ് തുക നമുക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് അത് 31, 32 അങ്ങനെ കൂട്ടി പോകാം. അല്ല ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അത്രയും നമുക്ക് പറ്റുള്ളെങ്കിൽ നമ്മൾ ആ ഒരു ലെവലിൽ എത്തുമ്പോഴേക്കും നമുക്ക് ഈ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് മാറ്റുന്ന ആ ഒരു സമ്പ്രദായം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് ഈ 30% തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ, അതായത് 36 മാസം കംപ്ലീറ്റ് ആകുമ്പോൾ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു 3,22,000 രൂപയോളം നമ്മൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ ഒരു സിസ്റ്റം എനിക്ക് തോന്നുന്നു ഏതൊരു സാധാരണ, അതായത് ഇപ്പോൾ ഒട്ടും വരുമാനമില്ല, ഇനി എനിക്ക് നിക്ഷേപിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പോലും അവർക്ക് വളരെ സിമ്പിളായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണിത്. അതായത് വെറും 1%ലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ആ 1% മാറ്റി കഴിയുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. വീണ്ടും അടുത്ത മാസം കഴിയുമ്പോൾ 2%. അപ്പോൾ ഓരോ തവണ നമ്മളിങ്ങനെ പതുക്കെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും തോറും നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് നമുക്ക് കിട്ടും. ഇപ്പൊ ഈ ഒരു സിസ്റ്റത്തിൽ തന്നെ 1%ന് പകരം ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് 2% വെച്ച് ഇപ്പൊ അതായത് ഈ മാസം 2%, അടുത്ത മാസം 4%, അടുത്ത മാസം 6%. ഈ ഒരു സിസ്റ്റത്തിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനത്തെ ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ 5% ഈ മാസം, അടുത്ത മാസം 5%, അതേ രീതിയിലും വേണമെങ്കിലും ഫോളോ ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും ഫോളോ ചെയ്യാം. ഈ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സാധാരണ വ്യക്തിക്ക് വളരെ സിമ്പിളായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് താങ്കളുടെ ലൈഫിൽ വരുത്താൻ പോകുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിയുമ്പോൾ വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു മാറ്റമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റം, അതായത് ഈ ഒരു 10%, 20% ഒന്നും മാറ്റാൻ സാധിക്കാത്ത എല്ലാവരും തന്നെ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമായെങ്കിൽ താങ്കളെ എല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങളുടെ നിക്ഷേപ സംബന്ധമായ സേവനങ്ങളെ കുറിച്ച് താങ്കൾ കൂടുതൽ അറിയണമെങ്കിൽ ഈ വീഡിയോക്ക് മുകളിൽ കൊടുത്തിരിക്കുന്ന ആ നമ്പറിൽ താങ്കൾക്ക് വാട്സാപ്പ് വഴിയോ കോൾ ചെയ്തോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ഞങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് താങ്കൾക്ക് വാട്സാപ്പ് വഴിയോ ടെലിഗ്രാം ചാനൽ വഴിയോ താങ്കൾക്ക് ലഭിക്കണമെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. ഇനി വാട്സാപ്പ് വഴി താങ്കൾക്ക് ലഭിക്കണമെങ്കിൽ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ നമ്പർ താങ്കളുടെ കോൺടാക്ട് ലിസ്റ്റിൽ താങ്കൾ ആഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആഡ് ചെയ്തതിന് ശേഷം താങ്കൾ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞങ്ങൾ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലേക്ക് താങ്കളെ ആഡ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ആഴ്ച സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി തൊമ്മിച്ചൻ ടിപ്സ് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.